ചതുർത്ഥിയും രഥയാത്രയും ശിലാപൂജയും പൊങ്കാലയും മറ്റും പോലെ കേരള സമൂഹത്തിലേക്ക് മഹാമാഘവും കുംഭമേളയും ഒക്കെ എത്തുകയാണ്. കേരള മനസ്സുകളിലെ നിളാതീരത്തിന്റെ കാൽപ്പനിക സൗന്ദര്യങ്ങൾ ഹരഹര മഹാദേവ വിളിച്ചെത്തുന്ന അഘോരി രൂപങ്ങളിലേക്കും ആരതിയുടെ പ്രഭാപൂരത്തിലേക്കും കൂടുമാറുകയാണ്. നമുക്ക് മുന്നിൽ ഐതിഹ്യങ്ങളുടെ കെട്ടുകഥകളും അവർ നിരത്തുന്നുണ്ട്. മാഘമാസത്തിലെ, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തെ വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന കുംഭമേള ഉത്സവം ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരുമത്രേ. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദ്യ യാഗം നടന്ന തവനൂർ എന്ന തപസ്സന്നൂരിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നത്രേ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്തപുണ്യ നദികളും സാന്നിധ്യമേകുന്ന ആ മാസത്തിൽ കുളിക്കുന്നത് പുണ്യം. ഉത്തരേന്ത്യയിൽ ഫലിപ്പിച്ച കുംഭമേളയെ കേരളത്തിലേക്ക് പറിച്ചു നടുമ്പോൾ ചരിത്രത്തിന്റെ വളച്ചൊടിക്കലുകളും ഐതിഹ്യങ്ങളിലെ മേമ്പൊടികളും സ്വാഭാവികമാണ്. അവർക്ക് മുന്നിൽ ഒരു അജണ്ടയുണ്ടായിരുന്നു. 2029 ലോക്സഭാ ഇലക്ഷന് മുൻപ് 2028 45 ദിവസം നീളുന്ന ഒരു പൂർണ്ണ കുംഭമേള, അതും മലപ്പുറത്തിന്റെ മണ്ണിൽ. അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു.